ചന്ദ്രാംഗത, ധ്യാനത്തിന് പകരമായിരിക്കും ധനുർവിദ്യ അല്ലേ? ഇതും വേദവിദ്യയിൽ പെടുന്നതല്ലേ അച്ഛാ? ഉപജീവനത്തിന് വഴിയില്ലാത്ത ദിവസങ്ങളാവും ഇനി അംഗരാജ്യത്തെ ബ്രാഹ്മണർക്ക്. അപ്പോൾ അസ്ത്രവിദ്യ ഉപകരിച്ചേക്കും ഇല്ലേ? ചമ്പാപുരിയിലെ ദാസിത്തെരുവിൽ അലഞ്ഞു നടക്കുകയാണ് ഇപ്പോഴും നിന്റെ മനസ്സ്. അതുകൊണ്ടാണ് ഈ ജൽപ്പനങ്ങൾ. മഹാരാജാവ് ഉപദേശം തേടി വന്നതായിരിക്കും. യാത്രക്കൊരുങ്ങിക്കോളൂ, നമ്മൾ തിരിച്ചു പോകുന്നു. തിരിച്ചെത്തിയോ? ഞാൻ അറിഞ്ഞില്ല. പാർപ്പിടം മാറ്റിയത് കൊണ്ടൊന്നും മകൻ നേരെയാകാൻ പോകുന്നില്ല എന്ന് അച്ഛൻ ബോധ്യമാണ്. ഇന്ദ്രപ്രീതിക്കായി ജപഹോമങ്ങൾ നടത്താത്ത ജനപദങ്ങളില്ല. എന്നിട്ടും ഒരു മഴമേഘം കൂടി അംഗരാജ്യത്തിന്റെ മുകളിലേക്ക് വരുന്നില്ലല്ലോ. അവിടുത്തെ അച്ഛൻ എന്തു പറഞ്ഞു? അദ്ദേഹത്തിന്റെ വകയായുള്ള ഹവിസും അഗ്നിയിൽ വീഴുന്നുണ്ട്. നടക്കട്ടെ. ശവങ്ങളുടെ ദുർഗന്ധം കുറയാൻ അകൽപ്പുക നല്ലതാണ്. നിൽക്കൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഈ പിൻവാതക്കൽ ഞാൻ ഇത്ര നേരം കാത്തുനിന്നത് തെറ്റ്. മുൻവാതിലൂടെ അകത്ത് വരാമായിരുന്നില്ലേ? മടിശീലയിൽ സ്വർണ്ണ നിഷ്കങ്ങളില്ല. അതുകൊണ്ട് വൈശാലിയുടെ അമ്മ എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ വയ്യല്ലോ. നാണയം എണ്ണി അനുഗ്രഹം കൊടുക്കുന്നതിൽ പുരോഹിതരും മോശക്കാരല്ല. വരണ്ടുണങ്ങാത്ത നാടുകൾ അംഗരാജ്യത്തിന് പുറത്തുണ്ട്. അതെനിക്കും അറിയാം. എന്റെ കൂടെ വരാൻ തയ്യാറാണോ? ഒളിച്ചോട്ടം എന്തുകൊണ്ട് പാടില്ല? ബ്രാഹ്മണകുമാരൻ കുലമഹിമ മറക്കുന്നു. ലേലം വിളിക്കാൻ ഒത്തുകൂടുന്ന വണിക്കുകളുടെ കൂട്ടത്തിൽ മത്സരിക്കാൻ ഞാനാളല്ല. വധുവായി മകളെ നൽകാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടാലോ? എന്നിട്ട് അച്ഛനെ തൊടാൻ അവകാശമില്ലാത്ത നിന്യ സന്തതികളെ ദാസി പെണ്ണിന് ദാനം ചെയ്യണമായിരിക്കും. ഓഹോ, രതിശില്പം മാത്രമല്ല, തർക്കശാസ്ത്രം ഉണ്ടായിരിക്കും വേശികളുടെ പാഠ്യക്രമത്തിൽ. വണിക്കുകൾ പൊൻപണം കൊണ്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ബ്രാഹ്മണർ അധികാരം കൊണ്ട് പിടിച്ചെടുക്കാൻ വരുന്നു. അത്രയുള്ളൂ വ്യത്യാസം. എല്ലാ ബ്രാഹ്മണരെ അടച്ചാക്ഷേപിക്കരുത്. ഏതോ ഒരു ബ്രാഹ്മണനോട് രാജാവ് ദുർമുഖം കാട്ടിയതിന് ഈ രാജ്യത്തെ മുഴുവൻ അടക്കി ശപിച്ചവരല്ലേ നിങ്ങൾ? ഞാൻ നീക്കിക്കഴിഞ്ഞില്ല, ആലോചിക്കുകയായിരുന്നു. അത് പാടില്ല. അമ്മ കൈയെടുത്തതിന് ശേഷമാണ് ഞാൻ വെട്ടിയത്. അത് പാടില്ല. രാജകുമാരി പറഞ്ഞതാണ് ന്യായം. മഹാറാണി മനസ്സിൽ കണക്ക് കൂട്ടാൻ വെറുതെ വെച്ചതാണ്. അങ്ങനെയല്ല, രാജകുമാരി പറഞ്ഞതാണ് ശരി. കളി നടക്കട്ടെ.
മതിയാക്കിയോ? അടിയറവ് പറയാതെ രക്ഷപ്പെട്ടു അമ്മ, അല്ലേ? അച്ഛൻ അസ്വസ്ഥനാണ് ശാന്തി. കണ്ടില്ലേ, നീയും നിന്റെ വായാടികളും ഇവിടെ ബഹളം വെക്കണ്ട. രാജഗുരു വന്നിട്ടും പ്രയോജനമുണ്ടായില്ല, അല്ലേ? ഉദ്യാനത്തിൽ ഞാൻ ഓമനിച്ചു വളർത്തിയ ശതപത്രങ്ങളെല്ലാം പോയി. കുടിനീരെത്തുന്നുണ്ടല്ലോ കൊട്ടാരത്തിൽ. അതില്ലാത്ത വീടുകളാണ് അംഗരാജ്യത്തിൽ മുഴുവൻ. അയോധ്യയിലെ ആത്മസുഹൃത്തിന് ഒരു സന്ദേശം അയക്കാമായിരുന്നില്ലേ? എന്തിനും പോംവഴി ഉപദേശിച്ചു തരുന്ന മഹാജ്ഞാനിയല്ലേ ആ ദശരഥ രാജാവ്? സരയൂ നദിയെ വഴിമാറ്റിയൊഴുക്കാൻ അയോധ്യാധിപന് കഴിയില്ലല്ലോ. ദത്തെടുക്കാൻ പാകത്തിൽ മകളെ ആത്മസുഹൃത്തിന് സമ്മാനിച്ചപ്പോൾ മുഴുവൻ പറയൂ. വളർത്തുമകളാണ് ഈ ശാന്തയെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഞാൻ മറന്നുപോയേക്കും, അല്ലേ? അതല്ല, പൂർവജന്മ സുഹൃതം കൊണ്ട് പ്രസവവേദന അറിയാതെ കിട്ടിയ പുത്രിയായിട്ട് തന്നെയാണ് ശാന്തയെ ഞാൻ വളർത്തുന്നത്. പക്ഷേ അവൾ വളരുന്ന നാട്ടിൽ ആപത്തുകൾ ഒഴിയില്ല എന്ന് കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് ദാനം ചെയ്തതാണെന്ന് പറയുന്നവരുമുണ്ട്. വൃഥാപവാദമാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല. ലോമപാദന്റെ പത്നിയായി ഒരു വന്ധ്യ വന്ന മുതൽ തുടങ്ങി അംഗരാജ്യത്തിന്റെ ശാപമെന്ന് പറയുന്നവരും ധാരാളമുണ്ട്. അതും ഒരു വൃഥാപവാദമാണ്, ഞാനും വിശ്വസിക്കുന്നില്ല. അച്ഛന്റെ മനക്ലേശം ഞാൻ മനസ്സിലാക്കുന്നു. ചക്രവാളത്തിൽ പോലും ഒരു കാർമേഘമെങ്കിലും തലനീട്ടുന്നില്ല. ഹോമാഗ്നിയുടെ ചൂടും നഗരവാസികൾക്കൊരു ശിക്ഷയാവുന്നില്ലേ എന്നാലോചിച്ചു പോകുന്നു. ഞാൻ തപസ് അനുഷ്ഠിച്ചാൽ മഴമേഘങ്ങളെ തടവിൽ വെച്ച് ദേവദേവൻ കനിയുമോ? ഏത് കഠിന വ്രതവും ഞാൻ ഏറ്റെടുക്കാം. വെറും വാക്കല്ല. എന്നെ അനുവദിക്കൂ. തപസ്സെവിടെ? നിന്റെ ഈ തളിർമേനി എവിടെ? നിന്റെ ഹൃദയത്തിലും പ്രാർത്ഥനയുണ്ടല്ലോ, അത് മതി. സന്തോഷവാർത്ത എന്താണ്? പറയൂ. അർത്ഥസുഷുപ്തിയിൽ ഞാൻ എന്റെ ആചാര്യൻ ആസുര്യ മഹർഷിയെ കണ്ടു. ഒരു വിചിത്രമായ സ്വപ്നം. നിറഞ്ഞ ജലാശയങ്ങളും പച്ചതഴച്ച ഭൂമിയും മാത്രമാണ് എന്റെ സ്വപ്നങ്ങളിൽ. അങ്ങ് വിശ്രമിക്കൂ. ക്ഷീണിച്ച മനസ്സിന്റെ വിഭ്രാന്തി ഉണ്ടാവും. അല്ല, ഇതൊരു പാഴ്ക്കിനാവല്ല രാജൻ. എന്റെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി പോലെ, ഒരു പരിഹാരം പോലെ വന്നതാണ് ഈ സ്വപ്നം. അംഗരാജ്യത്ത് മഴ പെയ്യണമെങ്കിൽ കളങ്കമറിയാത്ത ഒരു ഋഷികുമാരൻ വന്ന് യാഗം നടത്തണം. സ്ത്രീയുടെ നാദവും ഗന്ധവും സ്പർശവും അറിയാതെ വളർന്ന ഒരു നവയുവാവ്. അങ്ങനെ ഒരാളുണ്ട്. മനോഹരമായ ഒരു മിഥ്യ അല്ല, സത്യം. എന്റെ ആചാര്യൻ വെറും വാക്കുകൾ ഉപദേശമായി ഉച്ചരിക്കാറില്ല. വരും, അഗ്നി നിമിത്തങ്ങൾ നോക്കി ഞാൻ വ്യക്തമാക്കാം. വരും.